എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 39ാമത്തെ സർഗത്തിൽ 22 മുതൽ 26 വരെയുള്ള ശ്ലോകങ്ങൾ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഈ 26ാമത്തെ ശ്ലോകത്തോടു കൂടിയിട്ട് 39ാമത്തെ സർഗം അവസാനിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത് സഗരൻ്റെ പുത്രന്മാർ വളരെ ശക്തമായിട്ടുള്ള ആയുധങ്ങളെ കൊണ്ടും അവരുടെ കയ്യിൻ്റെ ശക്തി കൊണ്ട് കയ്യൂക്ക് കൊണ്ടൊക്കെ ഈ ഭൂമി മുഴുവനും കുഴിച്ച രസാതലത്തിനെ പോലെ തന്നെയാക്കി അത്രയ്ക്ക് താഴ്ത്തിക്കളയാണ്. അപ്പോൾ ഉണ്ടായ ദുരിതങ്ങളെ പറ്റിയിട്ടൊക്കെയാണ് ഇനി വർണ്ണിക്കുന്നത്. നമുക്ക് ആദ്യം 22ാമത്തെ ശ്ലോകം നോക്കാം. ഏവം പർവ്വത സംബാധം ജംബുദ്വീപം നൃപാത്മജാഃ ഘനന്തോ നൃപശാർദൂല സർവത പരിചക്രമു. അല്ലയോ നൃപശാർദൂല. നൃപശാർദൂല, ശാർദൂലം നരിയാണ്, പുലിയെപ്പോലെ ആക്രമണകാരിയായിട്ടുള്ള അല്ലയോ ശ്രീരാമചന്ദ്ര. ശ്രീരാമനെ സംബോധന ചെയ്യാണ്. ഇവരെന്താണ്, ഈ സഗരന്മാരെന്താ ചെയ്തത്? ഏവം പർവ്വത സംബാധം ജംബുദ്വീപം, ഈ പർവ്വതങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതായ ഈ ജംബുദ്വീപത്തിനെ, മനുഷ്യർ താമസിക്കുന്ന പ്രദേശമാണല്ലോ, ജനങ്ങളൊക്കെ തിങ്ങി നിറഞ്ഞ് താമസിക്കുന്ന പ്രദേശം. കുറേ ദ്വീപങ്ങളുണ്ടായിരുന്നു. ശാൽമലം, പ്ലക്ഷം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ദ്വീപങ്ങളെ പറ്റിയിട്ടൊക്കെ ഭാഗവതത്തിലൊക്കെ പറയുന്നുണ്ട്. അതിൽ ജംബുദ്വീപത്തിനെ പറ്റിയിട്ടാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. ജംബുദ്വീപത്തിൽ ധാരാളം പർവ്വതങ്ങളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ്. അതിനെ മുഴുവനും ഈ സഗരപുത്രന്മാർ എന്ത് ചെയ്തു? അതാണ് നൃപാത്മജാഹ ഘനന്തഹ. നൃപാത്മജന്മാർ, സഗരപുത്രന്മാർ ഖനിച്ചിട്ട്, കുഴിച്ചിട്ട് എന്ത് ചെയ്തു? സർവത പരിചക്രമു, എല്ലാ ദിക്കിലും അങ്ങനെ ഓടി നടന്നു. എവിടെയെങ്കിലും ഈ അശ്വത്തിനെ കിട്ടാനുണ്ടോ, കാണാനുണ്ടോ, അല്ലെങ്കിൽ കുഴിച്ചു നോക്കിയാൽ കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവർ ഈ ജംബുദ്വീപത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഓടി നടന്ന് ഭൂമിയുടെ ഉപരിതലത്തിൽ, ഭൂമുഖത്ത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കുഴിക്കാനും തുടങ്ങി. അങ്ങനെയാണ് 60,000 വിസ്തീർണമുള്ളൊരു ഭാഗം കുഴിച്ചത്, യോജന വിസ്തീർണമുള്ളൊരു ഭാഗം കുഴിച്ചുണ്ടാക്കിയത്. അങ്ങനെ പർവ്വതങ്ങളൊക്കെ പൊതുവെ ഇടിച്ചു താഴ്ത്തി എല്ലാ ദിക്കിലും കുഴിയാക്കുകയാണ് ഈ സഗരപുത്രന്മാർ ചെയ്തത് എന്ന് പറയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ദേവന്മാർക്ക് ആകെ പരിഭ്രമായി. അവരെന്ത് ചെയ്തു എന്ന് പറയാണ്. 23ാമത്തെ ശ്ലോകം നോക്കാം. തതോ ദേവാസ്സ ഗന്ധർവാഃ സാസുരാഃ സഹപന്നഗാഃ സംഭ്രാന്തമനസഃ സർവേ പിതാമഹമുപാഗമൻ. വളരെ എളുപ്പമായിട്ടുള്ളൊരു ശ്ലോകമാണ്, കേൾക്കുമ്പോൾ തന്നെ അർത്ഥമൊക്കെ അറിയാം, പ്രത്യേകിച്ച് വ്യാഖ്യാനിക്കാനൊന്നുമില്ല. അപ്പോൾ തതഃ, ഇങ്ങനെ ഈ ഭൂമി മുഴുവനും കുഴിക്കാൻ തുടങ്ങിയപ്പോൾ, ഭൂമുഖത്തിനെ പാതാളലോകം പോലെയാക്കാൻ സഗരപുത്രന്മാർ ഒരുമ്പെട്ടപ്പോൾ, ദേവാഹ, ദേവന്മാരെല്ലാവരും, അവരുടെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു? സഗന്ധർവാഹ, ഗന്ധർവന്മാരോടുകൂടിയ, അസുരന്മാരോടുകൂടിയ, പന്നകങ്ങൾ, സർപ്പങ്ങളോടുകൂടിയ, സംഭ്രാന്ത മനസ്സോടുകൂടിയവരായിട്ടുള്ള ദേവന്മാർ, അവരെല്ലാവരും കൂടി ചേർന്നിട്ട് സർവേ പിതാമഹം ഉപാഗമൻ, പിതാമഹൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. ദേവന്മാർക്കും അസുരന്മാർക്കും സർപ്പങ്ങൾക്കും അതുപോലെ തന്നെ അവിടെ ആ ഒരു ലോകത്തൊക്കെ താമസിച്ചിരുന്ന, രസാതലത്തിലൊക്കെ താമസിച്ചിരുന്ന ആൾക്കാർക്കൊക്കെ വല്ലാത്ത പേടിയായി. അവരെല്ലാവരും കൂടിയിട്ട് അതിനൊരു തീർപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഇതെന്താണ് ഇങ്ങനെയൊക്കെ, ലോകം മുഴുവനും മാറി മറിയാണല്ലോ, ഇങ്ങനെ പാടില്ല എന്നുള്ളതൊക്കെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി ബ്രഹ്മദേവൻ്റെ അടുത്തേക്ക് ചെന്നു എന്നർത്ഥം. അതാണ്, അവിടെ ഗന്ധർവന്മാരുണ്ട്, ദേവന്മാരുണ്ട്, അതുപോലെ അസുരന്മാർ, പന്നകങ്ങൾ, രാക്ഷസന്മാർ, ഇവരൊക്കെ ഉണ്ട്. എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ബ്രഹ്മാവിൻ്റെ അടുത്തേക്ക് ഒരു പരിഹാരത്തിനായിട്ട് പോയത്. നമുക്ക് 24ാമത്തെ ശ്ലോകം നോക്കാം. തേ പ്രസാദ്യ മഹാത്മാനം വിഷണ്ണവദനാസ്തദാ ഊജുഃ പരമസന്ത്രസ്താ പിതാമഹമിദം വച. തേ പ്രസാദ്യ മഹാത്മാനം, തേ വിഷണ്ണവദനാഹ, വിഷണ്ണവദനന്മാരായിട്ടുള്ള ആ ദേവാദികളെല്ലാവരും തന്നെ, ദേവന്മാരും ഗന്ധർവന്മാരും എല്ലാവരും തന്നെ, മഹാത്മാനം പ്രസാദ്യ, മഹാത്മാനം ബ്രഹ്മാവിനെയാണ്, ആ മഹാത്മാവായിട്ടുള്ള, മഹാനായിട്ടുള്ള ദേവനായിട്ടുള്ള ബ്രഹ്മാവിനെ പ്രസാദ്യ, സന്തോഷിപ്പിച്ചിട്ട് ഇവരുടെ ആവശ്യങ്ങൾ, ഇവരെന്തിനാണ് വന്നത് എന്നുള്ളതൊക്കെ അറിയിക്കുകയാണ്. പരമസന്ത്രസ്താഹ പിതാമഹം ഇദം വചഃ ഊചുഃ. പരമസന്ത്രസ്താഹ, പരമസന്ത്രസ്തന്മാരെന്ന് വെച്ചാൽ വല്ലാണ്ട് പേടിച്ചരണ്ടവരായിട്ട്, ഭൂമിയുടെ ഒരു ഭാഗം തന്നെ അവർ കുഴിച്ചില്ലാണ്ടേക്കല്ലേ. അങ്ങനെ വന്നാൽ ഇതിൻ്റെ സന്തുലനാവസ്ഥ ഒക്കെ മാറും.
ഭൂമിയുടെ സ്വഭാവം തന്നെ മാറിപ്പോവും. അതുകൊണ്ട് വല്ലാതെ പേടിച്ചവരായിട്ട് ഈ പറഞ്ഞ ആൾക്കാരെല്ലാവരും തന്നെ പിതാമഹം ഇതം വചഃ ഊജുഹു, പിതാമഹനായിട്ടുള്ള ബ്രഹ്മാവിനെ ആദ്യം പ്രസാദിപ്പിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി. അവരുടെ ദുഃഖങ്ങൾ, ഭൂമിയുടെ അവസ്ഥ, ഈ സകരന്മാരുടെ അന്വേഷണം, ഇതിനെ പറ്റിയിട്ടൊക്കെ ബ്രഹ്മാവിനോട് പറയാൻ ആരംഭിച്ചു എന്നർത്ഥം. നമുക്ക് 25-ാമത്തെ ശ്ലോകം നോക്കാം. ഭഗവൻ പൃഥിവീ സർവാ ഖന്യതേ സഗരാത്മജൈഃ ബഹവശ്ച മഹാത്മാനോ വധ്യന്തേ ജലവാസിന. ഭഗവൻ എന്നുള്ളത് ബ്രഹ്മാവിനെ സംബോധന ചെയ്യാണ്. അല്ലയോ ബ്രഹ്മദേവ, സർവാഹ, സർവാ എന്ന് വെച്ചാൽ സർവാഹ പൃഥ്വി, എല്ലാ ഭൂവിഭാഗങ്ങളും, സ്വർഗലോകം മുകളിലാണല്ലോ, അപ്പം മുകളിൽ നിന്ന് നോക്കുമ്പോൾ താഴെയുള്ളതായ ഈ ഭൂമി ലോകത്തെ മുഴുവനും തന്നെ, കാണുന്ന ഭാഗങ്ങളെ മുഴുവനും തന്നെ സകരാത്മജൈഹി ഖന്യതേ, കർമ്മണിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ആ കാണപ്പെടുന്ന ഭൂവിഭാഗങ്ങളൊക്കെയും സകരന്മാരാൽ ഖനിക്കപ്പെടുന്നു. അതായത് ഭൂമി മുഴുവനും കിളച്ച് താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് സകര മഹാരാജാവിൻ്റെ മക്കൾ. മാത്രമല്ല, ഇങ്ങനെ കിളയ്ക്കണത് മാത്രമല്ല, അല്ലെങ്കിൽ കുഴിക്കണത് മാത്രമല്ല, വേറെയുണ്ട് ദുരിതങ്ങൾ. അതെന്താണ്? മഹാത്മാനോ ജലവാസിനഃ ബഹവശ്ച വധ്യന്തേ, മഹാന്മാരായിട്ടുള്ള പാതാള ലോകവാസികൾ, ജലവാസികൾ എന്ന് പറയണു, അല്ലെങ്കിൽ പാതാള ലോകത്ത് വസിക്കുന്നവരായിട്ടുള്ള ധാരാളം അസുരന്മാർ, രാക്ഷസന്മാർ, പന്നഗങ്ങൾ, പല വിധത്തിലുള്ള ജന്തുജാലങ്ങൾ, ഇത് മുഴുവനും കൊല്ലപ്പെടുകയാണ് ഇവരുടെ ആയുധ പ്രയോഗങ്ങളെ കൊണ്ട്. ഒന്നും രണ്ടും പേരൊന്നുമല്ല, ബഹവഹ, അനവധി ആൾക്കാർ ഇവരുടെ ആയുധ പ്രയോഗങ്ങളെ കൊണ്ട് മരിക്കുന്നുണ്ട്. അത് വല്ലാത്ത കഷ്ടമല്ലേ? അങ്ങൊന്ന് ഇടപെടണം എന്നുള്ളതാണ് ദേവന്മാരെല്ലാവരും കൂടിയിട്ട് ബ്രഹ്മാവിനോട് പറയണത്. അവരെല്ലാവരും വല്ലാതെ പേടിച്ചരണ്ടവരായിട്ടാണ് ചെന്നത്. എന്നിട്ട് പറയാണ്, ഈ ഭൂമി മുഴുവനും താഴേക്ക് പോയി തുടങ്ങി, എല്ലാം രസാതലത്തിനെ പോലെ, അല്ലെങ്കിൽ പാതാള ലോകത്തിൻ്റെ അത്രയ്ക്ക് താഴ്ന്നു പോയി തുടങ്ങി, ഭൂമി എന്നുള്ളത് കാണാനില്ലാതെയായി തുടങ്ങി എന്ന് അവതരിപ്പിച്ചു. എന്നിട്ട് 26-ാമത്തെ ശ്ലോകം കൂടി നോക്കാം. അയം യജ്ഞഹരോസ്മാഗമനേനാശ്വോപനീയതേ ഇതി തേ സർവഭൂതാനി ഹിംസന്തി സകരാത്മജാഃ. ഈ സകരപുത്രന്മാർ ഭൂമി മുഴുവനും നടന്നിട്ട് അവിടെ കാണുന്നവരായിട്ടുള്ള ആൾക്കാർ, ഈ ഭൂമിയിലും അതുപോലെ തന്നെ രസാതലത്തിലോ പാതാള ലോകത്തൊക്കെ വസിക്കുന്നവരായിട്ട് കുറേ ആൾക്കാരുണ്ടല്ലോ, അവരെയൊക്കെ കാണുമ്പോൾ ഈ സകരപുത്രന്മാർ പറയാണ്, അയം യജ്ഞഹരഃ അസ്മാകം, അസ്മാകം യജ്ഞഹരഃ അയം. ഈ കാണുന്നവനാണ് നമ്മുടെ യജ്ഞത്തെ അപഹരിച്ചത്, അല്ലെങ്കിൽ നമ്മുടെ യജ്ഞത്തിന് ഭേദമുണ്ടാക്കിയത്. യജ്ഞം വളരെ കൃത്യമായിട്ട് തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യമാണല്ലോ. അതിൽ ഒരു ദോഷം വരുന്നത്, അതൊന്ന് മുറിഞ്ഞു പോയാൽ, അത് ഇടയ്ക്ക് വെച്ച് നിർത്തിയാൽ ദോഷങ്ങൾ വരുമെന്നാണല്ലോ ഉപാധ്യായന്മാർ പറഞ്ഞത്. അങ്ങനെ ദോഷങ്ങൾ വരുത്തി വെച്ചത് ഇവനാണ് എന്ന് കാണുന്ന ആൾക്കാരെ പറയാണ്. അതാണ് അയം യജ്ഞഹരഃ അസ്മാകം, നമ്മുടെ യജ്ഞം ഇല്ലാതെയാക്കിയതും അതിനെ ഭേദിച്ചത്, ഇടയ്ക്ക് ഒരു വിഘ്നമുണ്ടാക്കിയത് ഇവനാണെന്ന് പറഞ്ഞിട്ട് കാണുന്നവനെ കൊല്ലുക. അല്ലെങ്കിൽ മറ്റൊരു കാര്യമാണ് പറയണത്, അനേന അശ്വഹ ഉപനീയതേ, ഇവനാണ് നമ്മുടെ കുതിരയെ അപഹരിച്ചു കൊണ്ടുപോയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, ഇപ്രകാരം പറഞ്ഞുകൊണ്ട്, തേ എന്ന് പറഞ്ഞാൽ ഈ സകരൻ്റെ പുത്രന്മാർ, സർവഭൂതാനി ഹിംസന്തി, തേ സകരാത്മജാഹ സർവഭൂതാനി ഹിംസന്തി. ഇങ്ങനെ ഓരോരുത്തരെ കാണുമ്പോഴും ഇത്തരത്തിൽ പറഞ്ഞുകൊണ്ട് ഈ സകരപുത്രന്മാർ കാണുന്ന ഓരോ ജീവിയെയും കൊല്ലുകയാണ് ചെയ്യണത്. അവരുടെ കയ്യിലുള്ള ആയുധങ്ങളെ കൊണ്ട്, അല്ലെങ്കിൽ കൈപ്രയോഗങ്ങളെ കൊണ്ട്, കയ്യൂക്ക് കൊണ്ട് ഓരോരുത്തരെയും വധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ശരിയാണോ? ഇത് തെറ്റായിട്ടുള്ളൊരു പ്രവർത്തനമല്ലേ? ഭൂമി എന്ന് പറയണത് ഇല്ലാതെയാവില്ലേ? മാത്രമല്ല, പാതാള ലോകത്തുള്ളവരെ വല്ലാണ്ട് ഉപദ്രവിക്കുന്നുണ്ട്. ഇവർ ചെയ്യുന്നത് ഏറ്റവും വലിയ ദുഷ്ടപ്രവൃത്തിയാണ്. യാതൊരു തെറ്റും ചെയ്യാത്തവരെയാണ് ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനുള്ള ശിക്ഷ അവർക്ക് കിട്ടുമെന്നുള്ളത് ബ്രഹ്മാവ് ദേവന്മാരോട് പറയുന്നുണ്ട്. അത് അടുത്ത സർഗത്തിലാണ് വരണത്. ഏതായാലും ഭൂമി മുഴുവനും നശിപ്പിച്ചുകൊണ്ട് ഇവർ അശ്വത്തിനെയും തപ്പിക്കൊണ്ട് അങ്ങനെ നടക്കുകയാണ് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ ഇവർ വിചാരിക്കുന്നത് കാണുന്നവരൊക്കെ ശരിക്കും ഇന്ദ്രനാണ് ഇതൊക്കെ ചെയ്തതെങ്കിലും, കാണുന്ന ഓരോ ആൾക്കാരും, ഭൂമിയിൽ കാണുന്നവരായിക്കോട്ടെ, പാതാള ലോകത്തായിക്കോട്ടെ, രസാതലത്തിലോ എവിടെയാണെങ്കിലും ആയിക്കോട്ടെ, അവരുടെ മുമ്പിൽ പെടുന്നവരൊക്കെ അവനാണ് ഈ യജ്ഞത്തിന് മുടക്കുണ്ടാക്കിയത്, അല്ലെങ്കിൽ കുതിരയെ അപഹരിച്ചതെന്ന് പറഞ്ഞുകൊണ്ട്
അവരുടെ ആയുധങ്ങൾ ഉപയോഗിച്ച്, വളരെ ശക്തമായിട്ടുള്ള ആയുധങ്ങളാണെന്ന് പറഞ്ഞു, അതൊക്കെ വെച്ചിട്ട് അവരെ വധിക്കുകയാണ് ചെയ്യുന്നത്. വളരെ തെറ്റായിട്ടുള്ളൊരു നടപടിയാണ് എന്ന് ദേവന്മാർ, ഗന്ധർവന്മാരൊക്കെ കൂടിയിട്ട് ബ്രഹ്മാവിനെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി ബ്രഹ്മാവിൻ്റെ മറുപടിയൊക്കെ അടുത്ത സർഗത്തിൽ, 40ാമത്തെ സർഗത്തിൽ കാണാം. ഇന്നത്തെ ശ്ലോകങ്ങൾ നമുക്ക് ഒന്നുകൂടി ചൊല്ലാം. ഏവം പർവ്വതസംബാധം ജംബുദ്വീപം നൃപാത്മജാഃ ഖനന്തോ നൃപശാർദൂല സർവതഃ പരിചക്രമുഃ തതോ ദേവാഃ സഗന്ധർവാഃ സാസുരാഃ സഹ പന്നഗാഃ സംഭ്രാന്തമനസഃ സർവേ പിതാമഹമുപാഗമൻ തേ പ്രസാദ്യ മഹാത്മാനം വിഷണ്ണവദനാസ്തദാ ഊജുഃ പരമസന്ത്രസ്താഃ പിതാമഹമിദം വച ഭഗവൻ പൃഥിവീ സർവാ ഖന്യതേ സഗരാത്മജൈഃ ബഹവശ്ച മഹാത്മാനോ വധ്യന്തേ ജലവാസിന അയം യജ്ഞഹരോസ്മാകം അനേനാശ്വോപനീയതേ ഇതി തേ സർവഭൂതാനി ഹിംസന്തി സഗരാത്മജാഃ. ദേവന്മാരുടെ ഈ വിലപിക്കലിന് ബ്രഹ്മാവിൻ്റെ മറുപടി, സാന്ത്വനം എന്തൊക്കെയാണെന്നുള്ളത് അടുത്ത ദിവസം കാണാം. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട്, ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്ന് നിർത്തട്ടെ. നന്ദി.